ഇത്തവണ ഇലക്ഷനിൽ മേയറാവാൻ ലൂക്ക നിൽക്കും. അപ്പൊ ജോണിച്ചായനോ? രാഷ്ട്രീയത്തിന്റെ ABCD അറിഞ്ഞൂടാത്ത ഇവൻ മേയറാകാനോ? ഇതുവരെ ജയിക്കാൻ പറ്റാത്ത നീ രാഷ്ട്രീയം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഇനി എന്നോട് ചോദിച്ചിട്ട് വേണം. അതും ശരിയാണ്. പാർട്ടി പെർഫ്യൂമാണ്. ഇതിന് നോട്ടിന്റെ മണമാണ്. ഇത് അടിച്ചിട്ട് എവിടെ ചെന്നാലും ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കിട്ടും. അടിച്ചോ. നമുക്കിനി ഇത് വേണ്ടപ്പാ. വേണമെങ്കിൽ വേണ്ടാന്നും വെക്കാം. ഇത്തവണത്തെ പ്രകാശ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആ ജോണിന്റെ മകനെന്നാ കേട്ടെ. ജോണിന്റെ മോനോ? ഒരു തടിയൻ ചെക്കൻ. എന്റെ വയറ് കണ്ട. വരട്ടെ, ന്യൂ ജനറേഷൻ വരട്ടെ. സഖാവേ, ചിന്നപ്പ് പൊടിക്കൂടെ ചിന്നപ്പ്. ഓക്കെ മതി. തെണ്ടിക്കോ പിരിവെടുത്തോ മോട്ടിച്ചോ എനിക്കറിയണ്ട. വൈകുന്നേരം ആകുമ്പോൾ 200 ഫ്ലെക്സ് കയറണം ടൗണിൽ. ബോട്ടം. യെസ് സഖാവേ. നീ എന്താ വിളിച്ചേ? സഖാവിനാ? സാറേന്ന് വിളിക്കട്ടെ. സാറേ അങ്ങനെ പറഞ്ഞു പഠിക്കാം. ഇത്തവണ നമുക്ക് കുറച്ച് പുതിയ ആൾക്കാരെ മത്സരിപ്പിക്കണം. ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, വായിക്കാം. രാജേഷ് KR, ഗ്ലിഗേഷ് മുഹമ്മദ്, ക്രിസ്റ്റി ഡാനിയൽ, രാഘവൻ മാസ്റ്റർ, ദിനീഷ് DK, രാഖി A, ക്ലിൻറ്റൺ PJ. പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ. അഞ്ച് ബുദ്ധിജീവികളെ പ്രസംഗിക്കാൻ വിട്ടോ കേട്ടാ. ജോണേ, നിന്റെ മോൻ തടിയനാണെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. ഇവനൊരു വെള്ളപ്പന്നിയാണല്ലോടാ. മോനെ തടിയാ, ദാസങ്ങൾ പറയുന്ന കേക്ക്. പോകുന്ന വഴിക്ക് 2 ബർഗറും വാങ്ങി തിന്ന് വീഡിയോ ഗെയിമും കളിച്ച് വീട്ടിൽ സുഖമായിട്ടിരിക്കേ. നിനക്കൊന്നും പൊളിറ്റിക്സിനെ കുറിച്ച് ചുക്കും അറിയില്ല, മനസ്സിലായോ? നീയൊക്കെ വെറും ശിശു. ഇതെന്താടാ, മേഘക്കൂട്ടത്തിൽ പെട്ടതുപോലെ? ഇനി ഇവനാണാ മേഘരൂപൻ?